ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 14. വിട്ടേക്കുക. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക. സങ്കീർത്തനം 46:10. കീത്ത് ജോലി ചെയ്തിരുന്ന പുസ്തകശാലയുടെ ഉടമ അവധിക്ക് പോയിട്ട് 2 ദിവസമേ ആയിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹായിയായ കീത്ത് അപ്പോഴേക്കും പരിഭ്രാന്തനായിരുന്നു. പ്രവർത്തനങ്ങൾ സുഗമമായിരുന്നു. എന്നാൽ സ്റ്റോറിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ജോലി താൻ നന്നായി ചെയ്യുന്നില്ലെന്ന് കീത്ത് ആശങ്കാകുലനായിരുന്നു. ഭ്രാന്തമായ രീതിയിൽ അവൻ തനിക്കാവുന്നതെല്ലാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തു. ഇത് നിർത്തൂ. അവസാനം അവൻ്റെ ബോസ് ഒരു വീഡിയോ കോളിലൂടെ അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ദിവസവും ഇമെയിലിൽ അയക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് നീ ചെയ്യേണ്ടത്. വിഷമിക്കേണ്ട കീത്ത്. ഭാരം നിന്റെ മേലല്ല, അതെൻ്റെ മേലാണ്. മറ്റ് രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിൻ്റെ കാലത്ത് ഇസ്രായേലിന് ദൈവത്തിൽ നിന്ന് സമാനമായ ഒരു വാക്ക് ലഭിച്ചു. മിണ്ടാതിരിക്കുക, ശ്രമിക്കുന്നത് നിർത്തുക എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് പിന്തുടരുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഇസ്രായേലിനോട് നിഷ്ക്രിയരായിരിക്കാനോ സംതൃപ്തരായിരിക്കാനോ ആയിരുന്നില്ല പറഞ്ഞത്. മറിച്ച് സജീവമായി മിണ്ടാതിരിക്കുന്നു, നിശ്ചലമായിരിക്കുക. സാഹചര്യത്തിൻ്റെ നിയന്ത്രണവും അവരുടെ പ്രയത്നങ്ങളുടെ ഫലവും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിലൂടെ വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കുകയാണ് വേണ്ടത്. നാമും അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശ്വസിക്കുന്ന ദൈവം ലോകത്തിൻ്റെ മേൽ പരമാധികാരിയായതിനാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. എങ്കിൽ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാൻ അവന് കഴിയുമെങ്കിൽ തീർച്ചയായും അവൻ്റെ സങ്കേതത്തിൻ്റെയും ശക്തിയുടെയും സുരക്ഷിതത്വത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള നിയന്ത്രണത്തിൻ്റെ ഭാരം നമ്മുടെ മേലല്ല, അത് ദൈവത്തിൻ്റെ മേലാണ്. ചിന്തിക്കുക, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങളെ എങ്ങനെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയും? എല്ലാം അവന് സമർപ്പിക്കാൻ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏതെല്ലാം വശങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നത്? ദൈവത്തിന് മഹത്വം.